അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അത്തായിബൂന പശ്ചാത്തപിക്കുന്നവർ, അൽ ആബിദൂൻ വഴിപ്പെട്ടവർ, ആരാധിക്കുന്നവർ, അള്ളാഹുവിന് കീഴ്വണങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അൽ ഹാമിദൂൻ അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ, അസ്സായിഹൂൻ സഞ്ചാരികൾ അല്ലെങ്കിൽ നോമ്പെടുക്കുന്നവർ, അറാക്കിഊൻ നമിക്കുന്നവർ, റുക്കൂഅ് ചെയ്യുന്നവർ, അസാജിദൂൻ സുജൂദ് ചെയ്യുന്നവരും, അൽ ആമിറൂന ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്നവരുമാണവർ, വന്നാഹൂൻ അനിൽ മുൻകർ തിന്മയെ തടയുന്നവരും, വൽ ഹാഫിളൂന ലി ഹുദൂദില്ലാഹ് അള്ളാഹുവിൻ്റെ നിയമപരിധികളെ സൂക്ഷിക്കുന്നവർ, വബശ്ശിരിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഒന്നുകൂടെ അർത്ഥം പറയാം. അത്തായിബൂന താബ തൗബ ചെയ്തു, അത്തായിബ് തൗബ ചെയ്യുന്നവൻ, അതിൻ്റെ ബഹുവചനമാണ് അത്തായിബൂൻ തൗബ ചെയ്യുന്നവർ അഥവാ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ. താബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മടങ്ങി എന്നാണ്. ആബിദൂൻ ഇബാദത്ത്, അബദ അള്ളാഹുവിന് കീഴ്വണങ്ങുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന് വഴിപ്പെടുക എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം, അനുസരിക്കുക. അൽ ആബിദൂൻ അള്ളാഹുവിന് വഴിപ്പെടുന്നവരുമാണവർ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരും അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവരും. അൽ ഹാമിദൂൻ അവനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ. അസായിഹൂൻ വ്രതമനുഷ്ഠിക്കുന്നവർ അല്ലെങ്കിൽ രാജ്യസഞ്ചാരം നടത്തുന്നവർ. അറാക്കിഊൻ റുക്കൂഅ് ചെയ്യുന്നവരും, അസാജിദൂൻ സുജൂദ് ചെയ്യുന്നവരുമാണവർ. അൽ ആമിറൂന ബിൽ മഅറൂഫി നന്മ കൽപ്പിക്കുന്നവരും, വന്നാഹൂന അനിൽ മുൻകർ തിന്മ തടയുന്നവരുമാണ്. വൽ ഹാഫിളൂന ലി ഹുദൂദില്ലാഹ് അള്ളാഹുവിൻ്റെ നിയമപരിധികളെ സൂക്ഷിക്കുന്നവർ. ഹദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അതിരുകളും പരിധികളുമൊക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹു തടഞ്ഞതിലേക്ക് വിരോധിച്ചതിലേക്ക് പോകാതെ ജീവിക്കുന്നവർ എന്നാണ്. വൽ ഹാഫിളൂന ഹിഫ്ലാക്കുക എന്ന് പറയാറില്ലേ, സൂക്ഷിച്ചു വെക്കുക എന്ന, കാണാതെ പഠിക്കുന്നവനും നമ്മളിത് പറയാറുണ്ട്. വൽ ഹാഫിളൂന സൂക്ഷിക്കുന്നവർ, ലി ഹുദൂദില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമപരിധികളെ. വബശ്ശിരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിച്ചിരിക്കുന്ന 9 വിശേഷണങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. കഴിഞ്ഞ സൂക്തത്തിലും അള്ളാഹു തആല അവൻ്റെ അടിമകളുടെ വിശേഷണം സൂചിപ്പിച്ചിട്ടുണ്ട്. ഫയഖ്തുലൂന വയുഖ്തലൂൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നവർ പറഞ്ഞല്ലോ. യുഖാത്തിലൂന ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണവർ എന്ന് പറഞ്ഞു. അപ്പോൾ 10 വിശേഷണങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചവരുടെ, മുസ്ലിമീങ്ങളുടെ, മുഅ്മിനുകളുടെ 10 വിശേഷണങ്ങൾ അല്ലെങ്കിൽ 10 ഗുണങ്ങൾ ആണ് ഈ 2 സൂക്തങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് തഈബൂൻ തൗബ ചെയ്യുക. കഴിഞ്ഞ സൂക്തത്തിൽ 111-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ മുതലുകളും അവരുടെ ദേഹങ്ങളും വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു കരാറാണ്, അത് പാലിക്കുന്നവർ ആ കരാർ അംഗീകരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവുമായിട്ടുള്ള കരാറിനെ പാലിച്ചാലും മനുഷ്യൻ എന്നുള്ള നിലക്ക് തെറ്റുകൾ സംഭവിക്കാം.
ആ രീതിയിലാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ മലക്കുകളുടെ മാതിരിയായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആരും തെറ്റു ചെയ്യാത്തവരായിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് കൈതരുമായിരുന്നു എന്ന്. അപ്പോൾ തെറ്റ് പറ്റും, അതിൽ പശ്ചാത്തപിക്കുന്നവരാണ് ഉത്തമന്മാർ. തെറ്റു പറ്റാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല, അത് പ്രവാചകന്മാരേ ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ മലക്കുകളാണ് ഉണ്ടാവുക ആണ്. അങ്ങനെ ഹദീസ് തന്നെ പറഞ്ഞിട്ട് കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദമിൻ്റെ മക്കളും തെറ്റുപറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ഉത്തമന്മാർ തെറ്റുപറ്റുന്നവരിൽ ഖൈറായവർ തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. ഒരുപാട് വിശദീകരണം അത് സംബന്ധമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തെറ്റി മാറി അകന്നു പോയാൽ, അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ, അത് ബോധം വരുന്ന സ്ഥിതിക്ക് തൗബ ചെയ്തുകൊണ്ടിരിക്കണം. വിശ്വാസി അള്ളാഹുവുമായിട്ടുള്ള കരാറ് പാലിക്കാൻ ശ്രദ്ധയും സൂക്ഷ്മതയും ഉള്ളവനാകുന്നതോടൊപ്പം തന്നെ പലപ്പോഴും പിശാചിൻ്റെ പ്രേരണകൾക്ക് വശംവദരായി ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള തെറ്റുകൾ സംഭവിക്കാം. അത് ബോധ്യം വരുന്ന സ്ഥിതിക്ക് ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയും ആ തെറ്റുകൾ ആവർത്തിക്കാതെ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുക. പിന്നെയും മറ്റു തെറ്റുകളൊക്കെ സംഭവിക്കാം, അത് തിരുത്തുക. അതാണല്ലോ അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ എന്ന് പറഞ്ഞത്. അൽ ആബിദുൻ, ഇബാദത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ ഞങ്ങൾ വഴിപ്പെടൂ, മറ്റൊരാൾക്ക് ഞങ്ങൾ വഴിപ്പെടില്ല. നീ മറ്റൊരാൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക. അത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിന് വിധേയമായിട്ടായിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കോ തീരുമാനങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ വിരുദ്ധമായി മറ്റൊരാൾ അനുസരിക്കൂല. അൽ ആബിദൂൻ, ഇബാദത്ത്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല, നമുക്ക് അറിയണ വാക്കാണല്ലോ. അൽ ഹാമിദൂൻ, ഹംദ് നാലാമതായി വരുന്ന ഒന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ തായിബൂന എന്നുള്ളത് രണ്ടാമത്തത്, ആബിദൂന എന്നുള്ളത് മൂന്നാമത്തത്. അൽ ഹാമിദൂൻ നാലാമത്തെ ഗുണം. സ്തുതി കീർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കും. അള്ളാഹുവിനെ സ്തുതിക്കുക, നന്ദി പ്രകടിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്നുള്ളതിൻ്റെ അങ്ങേ അറ്റത്തെ രൂപമാണ് ഹംദ്. അത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസി ഉൾക്കൊള്ളുള്ളൂ. മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ നന്ദി കാണിക്കും, നന്ദിയുള്ളവനായിരിക്കണം. മനുഷ്യന്മാർ ഗുണം ചെയ്താൽ അവനോട് നന്ദി വേണ്ട, നമുക്ക് നന്ദി പ്രകടിപ്പിക്കുകയും വേണം. അള്ളാഹുവിനോടും നന്ദി പ്രകടിപ്പിക്കണം. ആ നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ പരമമായ രൂപമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. പലതരത്തിലുള്ള സ്തുതിവാചകങ്ങൾ നമുക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമുഖത്തുള്ള എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സ് കൊണ്ടും നാവ് കൊണ്ടും നിരന്തരമായി അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരുപാട് വാചകങ്ങൾ നമുക്കറിയാം, ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വാചകങ്ങൾ പഠിപ്പിക്കലല്ല ഇപ്പം നമ്മളെ ഉദ്ദേശം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹംദ്, അള്ളാഹുവിന് സ്തുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഖുർആൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സ്തുതി അത്രയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അപ്പോൾ ഹംദ് രേഖപ്പെടുത്തുക. ഹാമിദു. അസായിഹുൻ, സിയാഹത്ത് എന്നുള്ള വാക്കുന്നുണ്ടായത് സായിഹ്, അതിൻ്റെ ബഹുവചനമാണ് സായിഹുൻ. അതിന് സഞ്ചാരികൾ എന്നൊരർത്ഥമുണ്ട്. നോമ്പുകാരൻ എന്ന അർത്ഥത്തിലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. സഞ്ചാരികൾ എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തിനു സഞ്ചരിക്കുക? അനുവദനീയമായ എല്ലാറ്റിനും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, അതിനെ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യുവാനും അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി, വിജ്ഞാനം നേടുന്നതിന് വേണ്ടി, അതൊരു സിയാഹത്താണ്. ഇപ്പോൾ ഹിജ്റ അതൊരു സിയാഹത്താണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളൊരു സഞ്ചാരമാണ്. അനുവദനീയമായ അന്നം തേടുന്നതിന്, ഭക്ഷണം തേടുന്നതിനുള്ള യാത്ര സിയാഹത്താണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള യാത്രക്ക് സിയാഹത്ത്. അപ്പോൾ സഇഹൂൻ, അങ്ങനെ സഞ്ചാരത്തിൽ ഏർപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സിയാഹത്ത് ചെയ്യും. നോമ്പ് എന്നർത്ഥം പറഞ്ഞിട്ടുള്ളവരുമുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നവർ.
റാക്കിഊന സാജിദൂൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നുള്ളതിനൊരു പര്യായമായിട്ട് പ്രയോഗിക്കുന്ന പദമാണ്, നമുക്കറിയാമല്ലോ. റുക്കൂഉം സുജൂദും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരങ്ങളും അതിന് പുറമെ ഐച്ഛിക നമസ്കാരങ്ങളും ധാരാളമായി നിർവഹിക്കുന്നവർ സുജൂദും റുക്കൂഉം ചെയ്യാം. അൽ ആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും നന്മ കൽപ്പിക്കുക, തൗഹീദ് പ്രചരിപ്പിക്കുക, ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കുക, ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക, ദഅവ നടത്തുക, ഒക്കെ നന്മ കൽപ്പിക്കൽ. നന്മയ്ക്കുള്ള പ്രേരണ നൽകുക, ആളുകളെ നല്ല കാര്യത്തിലേക്ക്, ആരാധനാകർമ്മങ്ങളിലേക്ക് വിളിക്കുക, അള്ളാഹുവിനോടുള്ള അനുസരണത്തിലേക്ക്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിലേക്ക്, അതിനെ പ്രകടിപ്പിക്കുന്നതിലേക്ക്, അതിനെ പ്രചരിപ്പിക്കുന്നതിലേക്ക്, അതിനെ പ്രയോഗവൽക്കരിക്കുന്നതിലേക്ക്. ഒക്കെ ആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. അത് ചെയ്യണം. വിശ്വാസികളുടെ പൊതുബാധ്യതയാണത്, ഏതെങ്കിലും വ്യക്തികളുടെയോ സംഘടനകളുടെയോ ബാധ്യതയല്ല. വിശ്വാസികളുടെ പൊതുബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചതാണ്. വനാഹൂന ബിൽ അനിൽ മുൻകർ, നഹ എന്നാൽ തടഞ്ഞു എന്ന്, അല്ലെങ്കിൽ വിരോധിച്ചു എന്ന്. മുൻകർ എന്ന തിന്മ, തെറ്റായ കാര്യങ്ങൾ. അത് വ്യക്തിപരമായി നിർവഹിക്കാവുന്നതാണ്, പൊതുവായി നിർവഹിക്കേണ്ടതാണ്. സമൂഹത്തിൽ പ്രചരിച്ചു വരുന്ന തിന്മകൾ, അത് മുസ്ലിം സമുദായത്തിനുള്ള അകത്തുള്ള തിന്മ മാത്രമൊന്നുമല്ല, എല്ലാതരം തിന്മകളും, മദ്യപാനം, അശ്ലീലത, പലിശ, വർഗീയത, ജാതീയത, പക്ഷപാതങ്ങൾ, മനുഷ്യനെ ഉപദ്രവിക്കൽ, ശല്യപ്പെടുത്തൽ, അന്യരുടെ ജീവിതത്തിന് സമാധാനം നൽകുക, ഒക്കെ തിന്മകളല്ലേ? ഒക്കെ തിന്മകളാണ്. ഭരണകൂടത്തിൻ്റെ ഭീകരത, സാമുദായികമായ അന്യായങ്ങളും അതിക്രമങ്ങളും, നീതി നിഷേധിക്കപ്പെടൽ, ഇങ്ങനെ തിന്മകൾക്കെതിരെ പൊരുതുന്നവരാണ്. അതാണ് വന്നാഹൂൻ അനിൽ മുൻകർ, തിന്മയെ തടയുക. തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ആളുകളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യാം. വന്നാഹൂൻ അനിൽ മുൻകർ, മുസ്ലിം സമുദായത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അത് വിമർശിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമല്ലേ? അതും ഖുർആനിനും സുന്നത്തിനും നിരക്കാത്ത വിശ്വാസാചാരങ്ങൾ, വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അതും വിമർശിക്കപ്പെടേണ്ടതാണ്. വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലി ഹുദൂദില്ല, ഹിഫ്ള് ചെയ്യുക, ലി ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. ഹുദൂദ്, അള്ളാഹു കുറേ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, കുറേ അതിരടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് ലംഘിക്കാതിരിക്കുക. ഓരോ കാര്യത്തിലും, അത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപാടുകൾ കൊണ്ടും, വ്യക്തിപരമായി മാത്രമല്ല സാമൂഹ്യ തലത്തിലും സാംസ്കാരിക തലത്തിലും നമ്മൾ ഇടപഴകുന്ന എല്ലാ രംഗങ്ങളിലും മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അത് ലംഘിക്കാൻ പാടില്ല. വൽ ഹാഫിളൂന ലി ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിക്കുന്നവർ. അപ്പോൾ 10 ലക്ഷണമായി. ഒന്ന്, യുഖാത്തിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ, അല്ലേ? ഒന്ന്. രണ്ടാമത്തേത് തായിബൂൻ, മൂന്നാമത്തേത് അൽ ആബിദൂൻ, നാലാമത്തേത് അൽ ഹാമിദൂൻ, 5 അസ്സായിഹൂൻ, 6 റാക്കിഊന സാജിദൂൻ, 7 അൽ ആമിറൂന ബിൽ മഅറൂഫ്, 8 വന്നാഹൂന അനിൽ മുൻകർ. 9 ആയിട്ടുള്ളൂ. 10 അടയാളങ്ങൾ വരുന്നില്ലേ? 10 അടയാളങ്ങളാണ്. ഒരുപക്ഷെ റാക്കിഊന സാജിദു എന്നുള്ളത് 2ആയിട്ട് എണ്ണിയിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞ സൂക്തത്തിൽ മനസ്സിലാക്കിയല്ലോ, യുഖാത്തിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അപ്പോൾ അത് 1. രണ്ടാമത്തേത് അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ. മൂന്നാമത്തേത് അൽ ആബിദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ. നാലാമത്തേത് അൽ ഹാമിദൂൻ. 5-മത്തേത് അസ്സായിഹൂൻ. 6-മത്തേത് അറാക്കിഊന അസ്സാജിദൂൻ. 7-മത്തേത് അൽ ആമിറൂന ബിൽ മഅറൂഫ്. 8-മത്തേത് നാഹൂന അനിൽ മുൻകർ. 9-മത്തേത് അൽ ഹാഫിളൂന. 9 എണ്ണം. അൽ ഹാഫിള്, അതിൻ്റെ എണ്ണത്തിലല്ലല്ലോ പ്രസക്തി, ആ പറഞ്ഞ വിഷയങ്ങൾ. 9-മത്തേത് അൽ ഹാഫിളൂന ലി ഹുദൂദില്ല. 9 കാര്യങ്ങൾ. ആ റാക്കിഊന സാജിദു എന്നുള്ളത് 2ആയി എണ്ണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ 10 കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കണം ഞാൻ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നു നേരത്തെ. ഇപ്പോൾ എണ്ണി നോക്കുമ്പോൾ 9.
9 എന്ന് പറഞ്ഞാലും ഒരുമിച്ച് എല്ലാം കൂടി എല്ലാ സംഗതികളും അത് വരണം. സംഗതികളിലും അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണമായി. അഥവാ അള്ളാഹുവിന് തങ്ങളുടെ ജീവനെയും സമ്പത്തിനെയും വിറ്റിരിക്കുന്നു, അള്ളാഹു വാങ്ങിയിരിക്കുന്നു, ഞാനത് അള്ളാഹുവിന് നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരുടെ, എന്ന് ഉൾക്കൊള്ളുന്നവരുടെ നിലപാടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അത്തരം വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. എന്താ സന്തോഷവാർത്ത? ഇഹത്തിലും പരത്തിലും അവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. ഇഹലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും പരലോകത്ത് അതിനൊക്കെയുള്ള പ്രതിഫലം സ്വർഗമായി അല്ലാഹു തആല നൽകും. അത് വിശ്വാസികളെ അറിയിക്കൂ പ്രവാചകരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലമായ അവൻ്റെ കാരുണ്യത്താലും വാത്സല്യത്താലും അനുഗ്രഹം ചൊരിയുന്ന ഭാഗ്യവാന്മാരിൽ വിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബശ്ശിരിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ വിശ്വാസികളിൽ അവൻ നമുക്ക് ഇടം നൽകി നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.